ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് നിയമാവർത്തന പുസ്തകത്തിലെ 32 അധ്യായത്തിലെ 48 മുതൽ 51 വരെ തിരുവചനങ്ങൾ വായിക്കാം. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജെറുക്കയുടെ എതിർവശത്ത് മോവാബ് ദേശത്തുള്ള അബീറം പർവ്വതനിരയിലെ നേബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹരോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എന്തെന്നാൽ സീൻ മരുഭൂമിയിൽ കാദഷിലെ മെരിബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി. പ്രൈസ് ദി ലോർഡ്. ചാവുകടലിൻ്റെ വടക്ക് കിഴക്ക് മോവാബ് ദേശത്തുള്ള ഒരു പർവ്വതനിരയാണ് അബീറിം. അബീറിം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പുറത്തുള്ള പ്രദേശം എന്നാണ്. അബീറിം എന്ന വാക്കിൻ്റെ വ്യക്തമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് വാഗ്ദത്ത ഭൂമിക്ക് അപ്പുറത്ത് എന്ന അർത്ഥമായിരിക്കാം ഒരു പക്ഷേ. അത് ഇസ്രായേൽക്കാർ ഈ പേര് ഉപയോഗിച്ചത് അങ്ങനെയായിരിക്കാം. അബീറം പർവ്വതനിരകളിലെ ഒരു കൊടുമുടിയാണ് നെബോ. ജോർദാൻ നദി ചാവുകടലിലേക്ക് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഗിരിശൃംഗത്തിന് 1300 മീറ്റർ ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മലമുകളിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ വാഗ്ദത്ത ഭൂമിയിൽ കാനാൻ ദേശം ഏതാണ്ട് മുഴുവൻ തന്നെ കാണാൻ കഴിയും. അങ്ങ് വടക്ക് മഞ്ഞുമൂടിയ ഹെർമോൺ മല, തുടർന്ന് തെക്കോട്ട് കണ്ണുപായിച്ചാൽ കാണുന്നത് താബോർ, എഫേർ, ഗെരിസി മലകളും അവയ്ക്ക് മധ്യയുള്ള ഫലപുഷ്ടമായ സമതലവും. ഏതാണ്ട് നേരെ പടിഞ്ഞാറായി ജെറൂസലം. ഇങ്ങനെ തുടർന്ന് ബെത്ലഹേം, ഹൊർമല, നെബോയ്ക്ക് തൊട്ട് കഴിയാണ് ചാവുകടൽ. വിശുദ്ധ നാട് കാണാൻ പോകുന്ന തീർത്ഥാടകർ പൊതുവെ ഇവിടെ നിന്ന് കാനാൻ ദേശം കണ്ടതിന് ശേഷമാണ് യാത്ര തുടങ്ങുക. ഈജിപ്തിലാണ് തീർത്ഥാടനം ആരംഭിക്കുന്നെങ്കിൽ നെബോ മലയിൽ കയറി നിന്ന് വിശുദ്ധ നാട് മുഴുവൻ ഒരിക്കൽ കൂടി കണ്ടുവിട പറയുന്നു. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തിൻ്റെ ഒരു മാതൃകയും തകർന്നു കിടക്കുന്ന പുരാതന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് നെബോ മലയിൽ സന്ദർശകരെ സ്വീകരിക്കാനുള്ളത്. ഇതിനടുത്തുള്ള മോശയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. അതും നിയമാവർത്തന പുസ്തകത്തിലെ 14-6 തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാഗ്ദത്ത ഭൂമി എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിരവധിയായ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും ക്ലേശങ്ങളെ അതിജീവിച്ചും ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയ്ക്ക് ആ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന അറിവ് ഖേദകരമാണ്. ദൈവത്തോട് ഏറ്റവും അടുത്ത് ഇടപെട്ട ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെ കണ്ടൊരു വ്യക്തി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞുള്ളത്. എന്നിട്ടും അവിശ്വസ്ത കാണിച്ചു. അപ്പോൾ ദൈവം കാനാൻ ദേശത്തിൽ പ്രവേശിപ്പിച്ചില്ല. നെബോ മലയിൽ കയറി നിന്ന് വാഗ്ദത്ത ഭൂമി നോക്കിക്കാണുമ്പോൾ പ്രേക്ഷകന്റെ മനസ്സിൽ വിഷാദത്തിന് നിഴൽ വീഴും. പ്രേക്ഷകന്റെ മനസ്സിലെ ആ വിഷമം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അതിൽ പ്രവേശിക്കുകയില്ല. 32-52 വീണ്ടും പറയാണ്, നീ അത് കണ്ടുകൊള്ളുക, പക്ഷെ നീ അതിൽ പ്രവേശിക്കുകയില്ല എന്ന തിരുവചനം വലിയൊരു താക്കീതായി നമുക്കൊക്കെ കാതിൽ മുഴങ്ങും. അകലെ നിന്ന് കണ്ട ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറന്തള്ളപ്പെടാൻ അവിശ്വസ്തത കാരണമാകുന്ന ഒരു താക്കീതാണ് നെബോ മലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവരാജ്യം നമുക്ക് സമീപസ്ഥമാണ്. ദൈവത്തോട് അവിശ്വസ്തത നമ്മൾ കാണിച്ചാൽ ഒരുപക്ഷെ ദൈവരാജ്യ അനുഭവങ്ങളും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നൽ നമുക്കുണ്ടായാലും പ്രവേശനം ലഭിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. അതുകൊണ്ട് മനസ്സിലാക്കുക, ദൈവവചനത്തിൽ അടിയുറച്ചൊരു വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ ശിരസ വഹിക്കുക, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാതിരിക്കുക.
പ്രിയമുള്ളവരെ, ദൈവം മോശയോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ എല്ലാം അവസ്ഥ എത്രമാത്രം അധപ്പതനത്തിലേക്കാണ് പോകുന്നത്. അത് ഇതിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ജെറിക്ക് അല്ലെങ്കിൽ നീ കയറുന്ന മലയിൽ വെച്ച് നീയും നിന്റെ ജനത്തോട് ചേരുമെന്നവനോട് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുക, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനങ്ങളെ സ്വായത്തമാക്കിക്കൊണ്ട് അവരോട് അവിശ്വസ്ത കാണിക്കാതെ മുന്നോട്ട് പോവുക. ഈ ജീവിതം അവൻ തന്നെ ദാനമാണ്. അതുകൊണ്ട് സുവിശേഷ വചനങ്ങളെ നിരാകരിക്കാതിരിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ദൂരെ നിന്ന് മാത്രം കണ്ടാൽ പോരാ, നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതിനെ തടസ്സമായിരിക്കുന്ന പ്രതിബന്ധങ്ങളെ, അവിശ്വസ്തയുടെ മേഖലകളെ, ഞങ്ങളുടെ പ്രലോഭനങ്ങളെ തട്ടിത്തെറിപ്പിക്കാനുള്ള ശക്തി ദൈവമേ നീ തന്നെ ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരെയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാണണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.